ഈ വരാല് എന്നെ വരാല് ഇത്രയും വലിയ വരാല് കണ്ടല്ലോ. തിരിച്ചു വരുമ്പോ വാള ആരും എടുത്തോണ്ട് പോയിരുന്നാ മതി. നമ്മള് 2 ചൂണ്ട കുത്തിയിട്ടിരുന്ന വാളയാ കിടന്ന് കളിക്കുന്നത്. ചൂണ്ട കെട്ടിയത് കണ്ടോ, ഇങ്ങനെ നിൽക്കും. ഇതിലായിട്ട് നമ്മൾ പള്ളത്തിൽ കൊടുക്കുക. ഇതിപ്പോ ചെറിയ കാറ്റുണ്ട്, കാറ്റുള്ളത് കൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. വാഴത്തടയാണെങ്കിൽ ഇങ്ങോട്ട് മാറത്തില്ല, അവിടെ തന്നെ കിടക്കും. ഇത് കണ്ടോ, പള്ളത്തിൽ നല്ല ജീവനോടെ കിടക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പുതിയ സംവിധാനത്തിന് വന്നിരിക്കുകയാണ്. പുതിയ സംവിധാനത്തിൽ നമ്മൾ മീൻ പിടിക്കാം. പുതിയതല്ല, പഴയത് തന്നെയാണ്. ഇത് ഒത്തിരി നാൾ മുന്നേ ഉള്ളത് മുതലാണ്. പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ മീൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് കുപ്പിയില്ലായിരുന്നു, വാഴത്തടയാണ്. ഇന്ന് നമ്മൾ കുപ്പിച്ചൂണ്ട ഇടാൻ വന്നിരിക്കുകയാണ്. നേരത്തെയൊക്കെ ഞങ്ങൾ വാഴത്തടയിൽ ഇതുപോലെ ചൂണ്ട കെട്ടിയിട്ട് പള്ളത്തെയും കോർത്ത് നമ്മൾ ഇതുപോലെ ഇട്ട് വരാല് പിടിച്ചിട്ടുണ്ട്. ഇന്നിപ്പം നമ്മളത് ഒന്ന് പുതുക്കി കുപ്പിയാക്കി. അപ്പം നമ്മൾ ഇന്ന് കുപ്പിച്ചൂണ്ട ഇടാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടെ മുതൽ അങ്ങോട്ട് കുപ്പിച്ചൂണ്ട ഇടുകയാണ്. അപ്പോൾ വരാൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ കുപ്പിച്ചൂണ്ട ഇടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുപ്പി ഉണ്ട്, പള്ളത്തിയുണ്ട്, ചൂണ്ട നമ്മളിങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കുപ്പിയെ ചൂണ്ട കെട്ടിയിടുമ്പം ഇത് പിന്നീട് എടുക്കുമ്പോൾ എല്ലാം കുരുങ്ങിപ്പോവും. അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചൂണ്ട കുരുങ്ങുകയില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ സംവിധാനത്തിലൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പള്ളത്തിൽ കുറച്ച് വെള്ളം നമ്മൾ എടുക്കാം. ഒത്തിരി വെള്ളം കിടന്നാൽ പള്ളത്തെ പിടിക്കാൻ ബുദ്ധിമുട്ടാകും. നമുക്ക് ഫസ്റ്റിൽ ഒരു ചൂണ്ട. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമുക്കൊരു ചൂണ്ട എടുത്ത് കുപ്പിയെ കെട്ടാം. പിന്നെ ഇങ്ങനെ ഒരു കെട്ട് കെട്ടി, അപ്പോൾ ഈ കെട്ടുന്നതിൻ്റെ അറ്റത്തൊരു കെട്ട് കെട്ടിക്കോണം. കുപ്പിയിലോട്ട് ഇങ്ങനെ ഇട്ട് ഒരു കെട്ട് ഇങ്ങനെയും കൂടെ കെട്ടുക. അപ്പോൾ അത് എത്ര നീളം? ഇതിപ്പോൾ 9 നമ്പരും ഉണ്ട്, 8 നമ്പരും ഉണ്ട്. നമ്മുടെ ഈ കയ്യിലിരുന്ന ചൂണ്ടയാണ്, പുതിയതായിട്ടൊന്നും വിലയ്ക്ക് മേടിച്ചില്ല. പള്ളത്തി രാവിലെ കയ്യിലോട്ട് ഇങ്ങനെ കിട്ടുന്നില്ല. പരലാണെങ്കിൽ നമുക്ക് എളുപ്പം പിടിക്കാം. പള്ളത്തി അത്രയും വശമായില്ല നമുക്ക്. കണ്ടോ, അത്രയും വലിയ പള്ളത്തിയല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളതിൻ്റെ ഇവിടെ ഇട്ട് കോർക്കുക. ഇങ്ങനെ കിടന്ന് പള്ളത്തിൽ കൂടെ അനങ്ങുന്നുണ്ടോ? അപ്പോൾ നമ്മളെ ഇവിടെ ഇട്ടിടാം ആദ്യത്തെ ചൂണ്ട. ഇങ്ങനെ നമ്മൾ ഒരു കുറച്ചകലത്തെ വീതം ഇങ്ങനെ ചൂണ്ട നിരത്തി കൊണ്ടിടുക. അപ്പോൾ അടുത്ത ചൂണ്ട നമ്മൾ ഇതുപോലെ തന്നെ ഒരു ചൂണ്ട നമ്മൾ അവിടെ കെട്ടിയിട്ട് അടുത്ത ചൂണ്ട നമുക്ക് ഇവിടെ ഇടാം. ഉണ്ടോ, ഇപ്പം നല്ല വെയിൽ ഉറച്ച്. മുമ്പേ മഴയായിരുന്നു. അങ്ങോട്ട് ഈ ചപ്പിന്റെ സൈഡ് മുഴുവൻ നമ്മൾ ഇടുക, ചൂണ്ടയിടുക. ജീവനോടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ കിടന്നു കൊടുക്കും. ഇതിന് കാറ്റ് കുറവുള്ള വശത്താണ് നമ്മൾ ഈ ചൂണ്ടയിടേണ്ടത്. അല്ലെ കാറ്റടിച്ച് ഈ കുപ്പിയൊക്കെ അങ്ങ് പോകും. ഇവിടെ വരണം. ഇവിടെ നമ്മുടെ ചൂണ്ട മുഴുവൻ നമ്മൾ പള്ളത്തി കുത്തി എല്ലാം നിരത്തി ഇട്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് തുടങ്ങി ഇവിടെ എല്ലാം ഇട്ട് ഇങ്ങനെ കറക്കി ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ വരാൽ വെട്ടുന്നത് നോക്കുക. അതൊക്കെയാണ്. ഇനിയിപ്പോൾ വരാൽ വെട്ടാൻ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരാൽ വെട്ടട്ടെ, നമുക്കിപ്പോൾ അങ്ങോട്ട് ശാലം മാറിക്കിടക്കാം. നമ്മൾ കുപ്പിയൊക്കെ ഇട്ടിട്ട് തിരിച്ചു വന്നപ്പം ഈ പാടത്തെ ചപ്പ് പറിക്കാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഇട്ട സ്ഥലത്തു നിന്ന് അവിടുന്ന് ആ കുപ്പി എടുക്കുക. അപ്പം ഞാൻ
നിങ്ങള് വരികയാണെന്ന് ഇന്ന് പണിയൊന്നും ഇല്ലെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മളിട്ട സ്ഥലത്തെ ഉണ്ടല്ലേ. ആ നമ്മള് ചൂണ്ട തീറ്റെല്ലാം കുത്തി ഇട്ടിട്ട് ഇത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഇതിപ്പോ നല്ല മഴ വരിക, മഴയാണ്, നല്ല മഴ പെയ്ത്. ഈ മഴ മാറുമെന്ന് തോന്നുന്നില്ല, കാരണം പടിഞ്ഞാറ് ഭയങ്കര കോള് വെച്ചിരിക്കുകയാണ്, മഴക്കോളാണ്. അപ്പൊ നമ്മളേതായാലും ഇപ്പൊ ചെന്ന് നോക്കുക, മീനെല്ലാം ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ല ചൂണ്ട എടുത്ത് നമ്മൾ പോവാ. ഇനി വൈകിട്ടേ നമ്മൾ ഇനി വരത്തുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഉണ്ടെങ്കിൽ, അല്ല മീനുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ വീണ്ടും ചൂണ്ട ഇടുന്നുണ്ട്, അപ്പോഴേക്കും കാണാം. നമ്മുടെ പരലത് ഇവിടെ സൈഡിലോട്ട് ഒന്ന് കെട്ടിയിടുകയാണ്. അല്ല, പള്ളത്തി പരലിന്റെ ഓർമ്മയാണ്, നമ്മൾ ചൂണ്ട കെട്ടുന്ന പരലിന്റെ ഓർമ്മയാണ് നമുക്ക് എപ്പോഴും. അപ്പൊ ഈ പള്ളത്തി നമ്മൾ ഇവിടോട്ട് കെട്ടിയിട്ടിട്ട് ചൂണ്ട എടുത്തോണ്ട് വരുന്ന വഴിക്ക് നമുക്ക് ഇതെടുക്കാം. കണ്ടോ, നല്ല മഴ വരിക. നമ്മൾ രാവിലെ നമ്മൾ ചൂണ്ടയിട്ടായിരുന്നു, നമുക്ക് ഒന്നും കിട്ടിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ വൈകിട്ട് വന്ന് നമ്മൾ ചൂണ്ട ഇടുമെന്ന് പറഞ്ഞു. നമ്മൾ വൈകിട്ട് വന്നു, വള്ളത്തെ കോർത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റിലത്തെ ചൂണ്ടത് ഇവിടോട്ട് ഇടുകയാണ്. രാവിലെ നമ്മളിവിടെ വന്ന് ചൂണ്ടയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പോളയെല്ലാം തള്ളിക്കളയാൻ ആൾക്കാർ വന്നു. അപ്പോൾ അത് നമുക്കൊരു ശല്യമായി. പിന്നെ നല്ല കാറ്റായി, മഴയായി, കാര്യങ്ങളായി, അങ്ങനെ നമ്മൾ പോവുമായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചൂണ്ടയെ കൊണ്ടിടുക, പരലിനെ കുത്തുക, ചൂണ്ടയിടുക. പള്ളത്തി പരലിന്റെ ഓർമ്മയാണ് നമുക്ക് എപ്പോഴും വരുന്നത്. പരലിട്ടാലും ഈ വരാല് കിട്ടും. അപ്പൊ നമുക്ക് വരാല് വല്ലതും നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മള് കുപ്പിച്ചൂണ്ട ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വരാല് പിടിക്കാൻ. അപ്പൊ ഇന്നലെ വൈകിട്ട് നമ്മൾ ഇട്ടതാണ്. രാവിലെ ഇട്ട് നോക്കി, ഒന്നും കിട്ടിയില്ല. വൈകിട്ട് ഇട്ട് കഴിഞ്ഞപ്പം വൈകിട്ട് നമ്മൾ കുറച്ച് ഇരുട്ടി കഴിഞ്ഞപ്പോൾ നല്ല മഴയായിപ്പോയി. മഴയത്ത് നമ്മൾ അവിടെ കിടക്കുമായിരുന്നു, അവിടെ നോക്കി കുറച്ച് വരാല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വരാലിനെ ഞാൻ കാണിച്ചു തരാം. അതിന് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല, മഴയായത് കാരണം വീഡിയോ നമുക്ക് പറ്റിയില്ല. വരാല് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക, നല്ല പെരുത്ത വരാല് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ കാണാൻ ഒക്കുവോ? നല്ല പെരുത്ത വരാലാണ്. ഇപ്പൊ നമ്മൾ രാവിലെ ഇനി വീണ്ടും ആ കുപ്പിച്ചുകൊണ്ട് എടുക്കാൻ പോവാണ്. ചാടും, നമ്മൾ ഈ വരാലിന്റെ വലുപ്പമുണ്ട്. ഓ, എല്ലാ സാധനങ്ങളാ. ഇതിനകത്ത് ഇനിയുണ്ട്, നമ്മൾ മുഴുവൻ. ഇവനാണ് സാധനം. ആണോ? അപ്പൊ ഇനി നമ്മൾ തിരിച്ച് കുപ്പിച്ചെന്ന് എടുത്തെന്ന് വന്നിട്ട് ബാക്കി മൊത്തം കാണിക്കാം. അപ്പൊ നമ്മൾ ഇനിയും കുപ്പിച്ചുകൊണ്ട് നമ്മൾ രാവിലെ പോയി എടുക്കാൻ പോവുകയാണ്. എടുത്തിട്ട് വന്നിട്ട് നമുക്ക് എത്ര ഒരാളിനെ കിട്ടിയെന്ന് നമുക്ക് മൊത്തം കാണിച്ചു തരാം. അപ്പൊ അതാണ് നല്ലത്. അല്ല, ഇത് ഇങ്ങനെ നമ്മൾ കൊരിയിടും, ചാടിപ്പോവും, വീണ്ടും ഇത് കഴുകി നമ്മൾ എടുത്തിടേണ്ടി വരും. ഇനിയും ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതെ, ഇനിയിപ്പൊ നമ്മൾ ആ ചൂണ്ട എവിടൊക്കെയാണ് കിടക്കുന്നതെന്ന് അറിയാൻ മേല. വേറൊരു കാര്യമുണ്ട്, വേറെ ആരെങ്കിലും നോക്കാൻ വന്നാൽ അവരെടുത്തോണ്ട് പോയാലും നമ്മളറിയത്തില്ല. ഓ, ഉണ്ടോ, പിന്നെ ചാടുക. നാടൻ വരാല് തന്നെ. അല്ല, ഒരു വരാലുണ്ട്. പിന്നെ ചാടുക. ഇങ്ങനെ കെട്ടി വെച്ചില്ലെങ്കിൽ ഡിഷ് എടുത്ത് വെക്കട്ടെ. എടുത്ത് വെച്ച് ഇതൂടെ വെക്കാം. ഇനിയിപ്പോ പകലല്ലേ, ചായ. അപ്പൊ നമുക്ക് കുപ്പിച്ചുകൊണ്ട്
എടുക്കാൻ പോയിനി. അപ്പൊ നമ്മളെ കുപ്പി ഇട്ടിരിക്കുന്ന ചൂണ്ടയും കുപ്പി ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് നമ്മള് ഓരോ കുപ്പിയും ചൂണ്ട എവിടൊക്കെയാണെന്ന് ഇനി നോക്കി നമ്മൾ എടുക്കുകയാണ്. ഇതിലേത് ഒരു മീനുണ്ട്, നോക്കട്ടെ. അയ്യോ, അത് പോയി. ഒരു മീനുണ്ടായിരുന്നു, അത് പോയി. എന്നാ മീനാരും അറിയാൻ മേല. ഒരു മീൻ ഇതിലുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ വലിച്ചഴിക്കാൻ എന്തതിന് ഇടയിൽ ചപ്പനയുടെ തട്ടി അതങ്ങ് പോയി. മീനെ നമ്മള് രാത്രി ഉടക്കിയ മീനെല്ലാം നമ്മൾ പിടിച്ചു. പിന്നെ പിന്നീട് എല്ലാം പറ്റിയെങ്കിലേ ഉള്ളു. ഇത് വള്ളത്തിൽ നമ്മൾ രണ്ടാമത് കോർത്തതല്ലേ, ജീവനുള്ള വള്ളത്തിൽ. അവിടെ ഒരു കുപ്പിയിൽ മീനുണ്ട് കണ്ടോ, ആ ഒരു കുപ്പി കുത്തി വയ്ക്കുന്നുണ്ടോ, തല കുത്തി വയ്ക്കുന്നുണ്ടോ, അതല്ലേ മീൻ പിടിച്ചിരിക്കുന്നത്. നമുക്ക് എടുക്കാം ആ കുപ്പി തന്നെ. നമ്മൾ ധൃതിയിലൊന്നും ഇല്ല, ഇതിവിടെ കിടന്ന് അടിക്കുക. ആമ്പലെല്ലാം കിടന്ന് മുടക്കിയിരിക്കും. ഉണ്ടോ, സൂപ്പർ വരാല്. മുഴുവൻ ഉറക്കി. നമ്മൾ രാവിലെ ഫസ്റ്റിലത്തെ മീൻ നമ്മുടെ പോയത് കൊണ്ടാണ് ഈ ഉറക്കം ഉൾപ്പെടെ നമ്മൾ എടുത്തത്. അടിപൊളി സാധനമാണ്. ഉണ്ട്, നല്ല. ഇത് നാടൻ വരാലാണ്, ഇത് നമ്മുടെ നാട്ടിലുള്ള വരാലാണ്. അത് നമ്മൾ രസത്തിൽ പറഞ്ഞാൽ ഇത് കേരള വരാല് തന്നെ. ഇനിയിപ്പം നമുക്ക് ഇനിയുണ്ട്, കുപ്പി ഒത്തിരി എടുക്കാനുണ്ട്. അതങ്ങനെ ഇനിയിപ്പോൾ ഇത് തീറ്റി ഇടട്ടെ. ഇത് നമ്മൾ പോയി കഴിഞ്ഞ് കിട്ടിയതാ, കണ്ടോ. നമ്മൾ മീനിടാൻ വേണ്ടി തന്നെ ഈ വല കൊണ്ടുവന്നത്. നമ്മളിങ്ങനെ തിരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെക്കും. ഇവിടെ എല്ലാം കുപ്പിയുണ്ട്, നമുക്ക് കുപ്പി എടുക്കാം. ഇട്ടിട്ട് പോയോ? പോയി. ഉളക്കകത്ത് നമ്മൾ കയറി. ഒരു കുപ്പി അവിടെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ട്. വിട്ടിട്ട് പോയാൽ ഉടക്കി, നല്ല ഉടക്കാണ്, പോകത്തില്ല. വെയില് നല്ല. രാവിലെ നമ്മള് രാത്രി മുഴുവൻ ഇതിന്റെ പുറകെ നടന്ന കാരണം നേരം വെളുത്ത് കഴിഞ്ഞാണ് നമ്മൾ വരുന്നത്. ഇവിടെ ഒരു കുപ്പി കിടക്കുക, അതേണ്ട. അത് കുത്തുന്നു.
നല്ല ഒരാളാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അടിപൊളി സാധനമാണെന്ന് തോന്നുന്നു. അയ്യോടെ വാളയാ കേട്ടോ. അതൊരു സർപ്രൈസ് അല്ലേ? വാളയാ വെട്ടിയത്. നമുക്ക് വാള ആറ്റി ചൂണ്ട കെട്ടി വാള കിട്ടാതെ കിടന്ന് നമുക്ക് ഏതായാലും ഇപ്പൊ നമുക്ക് ഒരു വാള കിട്ടി. കടവായിക്കാ ഉടക്കി ഇരിക്കുന്നത്. ഒരു കാരണവശാലും പോകത്തില്ല. ഇതിനെ അവിടെ ഇട്ടിടാം. നമ്മൾ തിരിച്ചു വരുമ്പോ എടുക്കാം. ആ ഇതോ ഇവിടെ ഉടക്കിയിരിക്കുന്നോ? ആ ഇവിടൊക്കെ ഉടക്കി ഇവിടെ നിന്നോളൂ. അല്ലാതെ ഇത് നമ്മൾ കുപ്പി ഇതിനകത്തോടെ എല്ലാം ഈ ഇത് വലിച്ചോണ്ട് പോയാൽ ഇതിന്റെ ദേഹത്തുള്ള ഈ ഇഴുക്കൽ മുഴുവൻ അങ്ങ് പോകും. എളുപ്പം ചത്തുപോകും. നമ്മൾ ഈ വാളയം കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളിപ്പോ ഒരു ചെറിയ ടെക്നിക്ക് കാണിക്കാൻ പോകും. ഈ ഒരു ചൂണ്ടയുടെ ഇതിന്റെ വായി കോർത്തിട്ട് ഇവിടെ ഇടുക. അല്ലെ ഈ വാളയം കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ ഇതിന്റെ ദേഹത്തുള്ള ഇഴുക്കൽ മുഴുവൻ പോകും. ഇവിടെ കോർത്താൽ ഊരിയെടുക്കാനും പാടാം. ഏതായാലും കോർത്ത് ഞാൻ കടവായിക്ക് തന്നെ കോർത്ത്. ഇനി ഇത് എവിടെ ഇട്ടു? വാള അല്ല, നമ്മൾ ആറ്റിൽ വാള പല പ്രാവശ്യം നമ്മൾ ചൂണ്ട കെട്ടിയിട്ട് വാള കിട്ടാ കിടക്കായിരുന്നു. അങ്ങനെയുള്ള കമന്റ് വേണ്ട. ഇവിടുന്ന് കിട്ടിയ വാള നമ്മൾ വരാലാണെന്ന് കണക്കൂട്ടിയായിരുന്നത്. കാര്യം വാള ഇങ്ങനെ ഉടക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കഴിക്കോല് തിരിച്ചു വരുമ്പോ വാള ആരും എടുത്തോണ്ട് പോയിരുന്നാ മതി. തീറ്റയുണ്ട്. ജീവനോടെ കിടക്ക. തീറ്റയില്ല കണ്ടോ? ഇതൊക്കെ നമ്മള് വെളുപ്പിനെ കുത്തിയതല്ലേ. ഇത് കണ്ട തീറ്റയില്ല. ഇതിലും തീറ്റയില്ല. ആണ് കുപ്പിയാണോ? കണ്ടോ കുപ്പി? കണ്ടോ അനങ്ങുന്ന കുപ്പി കണ്ടോ? ഉടക്കി കിടക്കാന്ന് തോന്നുന്നല്ലേ? എത്തുന്നുണ്ടല്ലേ? നോക്കാം. രണ്ട് മീനുണ്ടല്ലേ? പിന്നെ ഉണ്ട്. ഇതല്ല എനിക്ക് കാണാം. ഇവിടെ ഇത് വലിയ പെരുത്ത പറയാലോ. ഇത് വാളയാ. ഇത് വാളയാ. ഇത് വലിയ പെരുത്ത വാളയാ. അടിപൊളി വാള, സൂപ്പർ വാള. ഏതായാലും ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവമാണിത്. കണ്ടോ? ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ വാളയാണ്. ഇത് നല്ല സൂപ്പർ സാധനം. ഇത് നല്ല കാണും. അതെ, ഇതിന്റെ വെയിറ്റ് ഇത് എത്ര കിലോ കാണുമെന്ന് ഇതിന്റെ വെയിറ്റ് ഒന്ന് കറക്റ്റ് അറിയാവുന്നിരുന്നു. ഒന്ന് ഗസ് ചെയ്തൊന്ന് പറയാൻ സാധിക്കുന്നെങ്കിൽ നോക്കാം. ഏതായാലും ഈ ബാക്കി ഇതിപ്പോ രണ്ടല്ലേ. ഇനി ഇവിടെ ഒത്തിരി കുപ്പി നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു.
അപ്പോൾ നമുക്ക് ബാക്കി കുപ്പിയുടെ ഒക്കെ എടുക്കാം. ഇവിടെ നമ്മൾ 2 ചൂണ്ട കുത്തിയിട്ടിരുന്ന വാളയാ കിടന്ന് കളിക്കുന്നത്. മറ്റേ വാള ഞാൻ കയറെ കെട്ടി നമ്മുടെ വള്ളത്തിൻ്റെ പടിയെ കെട്ടിയിരിക്കുന്ന കയറെ കെട്ടിയിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ജീവനോടെ കെട്ടി ആറ്റിയിട്ടണം. അപ്പോൾ നമ്മൾ ഇതുകൂടെ എടുത്ത് വെക്കട്ടെ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് ചെന്നിട്ട് നമുക്ക് ഇന്നലെ കിട്ടിയ മീനും ഇന്ന് കിട്ടിയ മീനും എല്ലാം കൂടെ മൊത്തം എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാം. പോവാം. നമ്മളിപ്പോൾ വീട്ടിൽ കടവ് വന്ന് നമ്മളെ വാള 2 കെട്ടി വെള്ളത്തിൽ ഇടട്ടെ. ഒരു വാള ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക, അടുത്ത വാള വെള്ളത്തിൽ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് എടുക്കണം. ഇതിൻ്റെ ഒരു ചൂണ്ട ഞാൻ ഊരിയുള്ളൂ, ഒരു ചൂണ്ടയുടെ ഊരണം. നമ്മൾ തന്നെ കോർത്തായി കടവായിക്ക് നമുക്ക് തന്നെ പണി കിട്ടി. ഉണ്ടോ ഇത് പറഞ്ഞു. കടവായിക്ക് കോർത്ത് കഴിഞ്ഞ് വലിയ പാട ഊര ഊരി ഈ കയറി കാട്ടട്ടെ. ഈ ചെക്കളെ പൂവ കയറാതെ കോർത്താൽ അല്ലെ ചത്തുപോകും. ഇതിൻ്റെ പൂവ കൊണ്ടാൽ ചത്തുപോകും. ഈ കയറ് നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ച് പോകാഞ്ഞുകൊണ്ട് കയറൊന്നും നമ്മൾ എടുത്തില്ല. ഒരാളിനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഒരാളിനെ ഇടാൻ നമ്മൾ ആ ഇത് എടുത്ത് വട്ടവല എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അല്ലേ വാള കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. നമ്മൾ ഇനിയും നമ്മൾ കുപ്പിച്ചുകൊണ്ട് ഇടുന്നെങ്കിൽ കയറുമായിട്ടേ പോകത്തുള്ളൂ. ഉണ്ടോ? കുറെ നേരമായില്ലേ കരയ്ക്ക് കിടക്കാൻ തുടങ്ങിയിട്ട്. മുത്തലൊക്കെ ഒത്തിരി ഏതാ ഈ ടയറായിട്ട് നമുക്ക് കേട്ടാം. ഇന്ന് നമുക്ക് ഈ ഒരു വരാല് നേരം വിളിച്ചിട്ട് നമുക്ക് ഈ ഒരു വരാലേ കിട്ടിയുള്ളൂ. ഇന്നലെ വൈകിട്ടത്തെ ഒരാൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഇത് നല്ല മുഴുത്ത ഒരാല്. വാ ഉണ്ടോ? ഇനിയിപ്പോൾ ഇതിന്ന് ഒരാൾ ചാടാൻ തുടങ്ങും. അടിപൊളി വരാല്, സൂപ്പർ വരാല്. ഇനിയിപ്പോൾ പയ്യെ ചാടാൻ തുടങ്ങും. ഒരു വരാല് നമുക്ക് അവിടെ ഇതിനകത്തുണ്ട്. ഇതിലും വലിയ വരാല് ആണ്. എന്നാ തീരെ ചെറിയ വരാലും ഉണ്ട്. അതെ വേണ്ട, ഇതും പെരുത്ത സാധനം. ഒരു വരാലുണ്ട്, വളർത്തു വരാല്. അപ്പൊ നമ്മൾ വൈകിട്ട് പിടിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞില്ലേ, 1 2 3 4 വരാല് തന്നെ. ഇപ്പം 2 4 5 വരാല് തന്നെ സൂപ്പറായി.
ഓ ഇതിനകത്ത് ഒരെണ്ണം 5 2 രണ്ട് ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചം ഒരാള്. ഇനി ചെറുതാ, ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല. ഇതിനകത്തുണ്ടോ? ഇതിനകത്തില്ല. അപ്പൊ ഇത്ര വരാലാണ് നമ്മൾ ഇന്നലെ കുപ്പിച്ചുകൊണ്ട് ഇട്ടിട്ട് കിട്ടിയത്. രണ്ട് വാള്. ഈ വരാല് എന്നെ വരാല് ഇത്രയും വലിയ വരാല് കണ്ടോ? ഇത്രയും വലിയ വരാലെന്നൊക്കെ പറയുമ്പോ വലുപ്പമുണ്ടോ? ഇതറിഞ്ഞ ഇത് എത്ര കിലോ കാണും ഇത്? ഉണ്ടോ? എന്റെ വലിപ്പമുണ്ടോ? ഇതിന്റെ വലിപ്പമുണ്ടോ? മണ്ണിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മള് കഴുകുകയാണ്. ഇവിടെ അഴുക്ക് പറ്റിയ മണ്ണ് പറ്റിയ പിന്നെ എളുപ്പം ചാകാൻ ചാൻസ്. ഇതുണ്ട്, ഇതും അതുപോലെ തന്നെ. ഓ ഇന്ന് കിട്ടി. അതെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം വരാല. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.